നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും മനോലയത്തിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വളരെ എളിയൊരു ശ്രമമാണ് മനോലയം എന്ന് പറഞ്ഞാൽ. മനോലയത്തിൻ്റെ അർത്ഥം ദ സൊല്യൂഷൻ ഓഫ് മൈൻഡ് എന്നുള്ളതാണ്, മനസ്സിനെ ലയിപ്പിക്കുക. ഇന്നത്തെ ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് ചെയ്യാണ്ട് മനസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തതാണ്. ദേഷ്യം, സങ്കടം, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇങ്ങനത്തെ ഒത്തിരി സംഭവങ്ങൾ കാരണം മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിന് ചെറിയ ചെറിയ ടിപ്സുകളും ചെറിയ ചെറിയ കഥകളും നമ്മളായി കഴിയുന്ന രീതിയിൽ ഷെയർ ചെയ്യുക ഈ ലോകത്തിനോട്. അത് മനസ്സിലാവുന്നവർക്ക് അതെടുത്തിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് തൃപ്തരാണ്. ആ ഒരു രീതിയിൽ തുടങ്ങിയ വളരെ വലിയ ഒരു ശ്രമമാണ് ഈ മനോലയം എന്ന യൂട്യൂബ് ചാനൽ. ഇതിൽ നമുക്ക് അറിവുണ്ടാവും, സ്പിരിച്വാലിറ്റി ഉണ്ടാവും, യാത്രകളുണ്ടാവും, കുക്കിംഗ് ഉണ്ടാവും, ഒത്തിരി ഇൻ്റർവ്യൂസ് ഉണ്ടാവാൻ, നല്ല നല്ല ആൾക്കാരുടെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ മനസ്സിൻ്റെ കാര്യം പറഞ്ഞാൽ പിന്നെ ഒരു ചെറിയ കഥയിൽ തുടങ്ങാം. മനസ്സ് സെൻ എന്ന് കേട്ടാണല്ലോ, സെൻ സ്റ്റോറി. വളരെ പണ്ട് തൊട്ടേ ജപ്പാനിലെ ഈ പറയുന്ന സ്പിരിച്വാലിറ്റി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മെസ്സേജസ് എത്തിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മാർഗമാണ് സെൻ സ്റ്റോറീസ്. അപ്പോൾ ഒരു സന്യാസി ഒരു കൂട്ടിൻ്റെ യാത്ര ചെയ്യുമായിരുന്നു. വളരെ സന്തോഷത്തോടെ യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ പുള്ളി അപ്പുറത്ത് വേറെ ഒരു ബോട്ട് അടുപ്പ് നീങ്ങുന്നതായിട്ട് കണ്ടു. അപ്പോൾ പുള്ളിക്കും സന്തോഷമായി വേറൊരു യാത്ര ഇങ്ങനെ കാണാമല്ലോ എന്നുള്ളത്. പക്ഷേ ഈ ബോട്ട് അടുത്ത് വരുന്നതോറും പുള്ളിക്ക് പേടിയായി, എന്തിനാ വരുന്നതാണോ. ഈ ബോട്ട് അടുത്ത് വരുന്നതോറും പുള്ളി പാനിക്കായി. പുള്ളി ചാടി എണീറ്റ് ദേഷ്യപ്പെട്ടു. ഈ ബോട്ട് ഇരിക്കാൻ പോകുന്നവന് തോന്നുന്നു. പുള്ളി ചാടി എണീറ്റ് ഒച്ചയെടുത്ത് ബഹളം വെച്ചു. ദേഷ്യമായി ക്ഷുബ്ധനായി പോയി. പുള്ളിയുടെ കൺട്രോളൊക്കെ പോയി. പുള്ളി ക്ഷുബ്ധനായി കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അവിടെ ബോട്ടിൽ ആരുമില്ല. ഇറ്റ് വാസ് എൻ എംപ്റ്റി ബോട്ട്. കാലിയായ ഒരു ബോട്ടായിരുന്നു. പുള്ളി സ്വമേധയാ ചെയ്തെന്ന് പുള്ളി വിചാരിച്ച് എന്തൊരു അർത്ഥശൂന്യമായ പ്രവൃത്തിയായിരുന്നു. പുള്ളിക്ക് ഇരിക്കാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് ഇത് തന്നെ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കെപ്പോഴും നമ്മുടെ ഈഗോ എപ്പോഴും പുറത്തൊരു സാധനം വേണം നമുക്ക് പഴിവരയാനായിട്ട്, അല്ലേ? അപ്പൊ അതില്ലാതാവുമ്പോൾ ന്യൂട്രൽ മൈൻഡിൽ എല്ലാ സാഹചര്യങ്ങളെയും ഒരു എംപ്റ്റി ബോട്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയതന്നെ ജീവിതം എത്ര സുഖമായിരിക്കും, എത്ര സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക്. ന്യൂട്രാലിറ്റി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനെയും തെറ്റ് ശരി എന്നുള്ള രണ്ട് ക്ലാസ്സിലേക്കാണ് എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ന്യൂട്രാലിറ്റി, അതായത് അവന് അത് പറയാനോ ചെയ്യാനോ അവൻ്റെതായ ഒരു കാരണം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നില്ല. എപ്പോഴും നമ്മുടെ ഈഗോ എപ്പോഴും അതിനെ സമ്മതിക്കുന്നില്ല. കാരണം പണ്ടോട്ടേ ഇതൊരു ഡിഫൻസ് മെക്കാനിസമാണ് മനുഷ്യന്റെ. എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എടുക്കാതെ എല്ലാത്തിനെയും പുറത്തുള്ള എക്സ്റ്റേണൽ ഫാക്ട്സിനെ ബ്ലെയിം ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്. പണ്ട് കാലത്തെ മനുഷ്യർക്ക് ഇത് ആവശ്യമാണ്, പൂർവികന്മാർക്ക് ഇത് ആവശ്യമായിരുന്നു. കാരണം അവർ ജീവിച്ച കാടുകളിലായിരുന്നു. എപ്പോഴും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിട്ട് എപ്പോഴും കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റിലാണ് അവർ ജീവിച്ചത്. പക്ഷെ നമുക്കിപ്പോൾ അതിന്റെ ആവശ്യമില്ല. നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മനുഷ്യൻ പ്രതിമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലാണ് മാനസികമായി. അപ്പോൾ ഈ മനസ്സിൽ വെക്കുക എല്ലാ സാഹചര്യങ്ങളെയും ഒരു എംപ്റ്റി ബോട്ടായിട്ട് കാണാൻ അതിനെ പറ്റുന്ന വളരെ മനോഹരമായിട്ടൊരു സെൻ സ്റ്റോറി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ വരാം. നന്ദി, നമസ്കാരം.